ചിലപ്പോൾ തോറ്റിങ്ങനെ ചമ്മിയൊക്കെ നിൽക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പം പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പാപങ്ങളൊക്കെ ചെയ്ത് നിൽക്കുകയായിരിക്കും. നമ്മളിപ്പോൾ ഭയപ്പെട്ട് നിൽക്കുകയായിരിക്കും, എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ധ്യാനം കൂടുന്ന എന്തിനാണെന്ന് അറിയത്തില്ല, ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് അറിഞ്ഞുകൂടാ. എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വൺ ആഫ്റ്റർ അനദർ മണ്ടത്തരങ്ങളിലേക്കും തെറ്റുകളിലേക്കും ഒക്കെ പോകുന്ന അബദ്ധങ്ങളുടെ ഘോഷയാത്ര. പക്ഷെ നമുക്കിപ്പോൾ തല നേരെ നിൽക്കാൻ, നമുക്കൊന്നുകൂടെ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കാനുള്ള കോൺഫിഡൻസ് ഇതാണ്. 139 സങ്കീർത്തനം 5-ാം വാക്യം, മുൻപിലും പിൻപിലും ആരെനിക്ക് കാവൽ നിൽക്കുന്നു? എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ എനിക്ക് കാവൽ നിൽക്കുന്നു. അടുത്ത വാക്യം, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കരം വെച്ചാലുള്ള ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? കരം വെച്ചാലുള്ള അനുഗ്രഹം എന്താണെന്നറിയോ? കൈ വെച്ചാൽ പവിത്രൻ എടുക്കാൻ ഇച്ചിരി നേരം താമസിക്കുന്നൊക്കെയാണ്. പക്ഷെ കർത്താവ് കരം വെച്ചാൽ എടുക്കാൻ താമസിക്കുന്നില്ല, കർത്താവ് എടുക്കില്ല കൈ. ആ കൈ അവിടെ ഉണ്ടെങ്കിൽ ഉപകാരം എന്താണെന്നറിയോ? ഞാനൊരു പാപത്തിലേക്ക് വീണ് പോവുകയാണെങ്കിൽ ആ തോളയിൽ ഒരു അമർക്കൽ, ഒരു പ്രസ്സിങ് ഉണ്ടാവും. പോവല്ലേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തുന്ന കൈ. ഞാനൊരു കുഴിയിലേക്ക് വീണ് പോവുകയാണെങ്കിൽ എന്നെ താങ്ങി നിർത്താൻ ആ കൈയുണ്ട്. ഞാൻ അഹങ്കരിച്ചാൽ എന്നെ താത്തി നിർത്താൻ ഒരു കൈയുണ്ട്. ഞാൻ വീണ് പോയാൽ എന്നെ ഉയർത്തിപ്പിടിക്കാനും ആ കൈയുണ്ട്. കർത്താവിൻ്റെ കരം എപ്പോഴും എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഞാൻ മുമ്പോട്ട് പോകേണ്ടത് ഓരോ കാര്യങ്ങളും ഗൈഡ് ചെയ്തുകൊണ്ട്, ചുമ്മാ പറഞ്ഞു വരികയല്ല, എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, എൻ്റെ തോളെ കൈ വെച്ചുകൊണ്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ.